In the last class, we learned about inward radial flow reaction turbine, and in this class we will look to outward radial flow reaction turbine. അപ്പോൾ ഇൻവേർഡ് ഫ്ലോ റേഡിയൽ ടർബൈനകത്ത് എന്തായിരുന്നു അതിനകത്ത് സംഭവിച്ചത്? അതിനകത്ത് വാട്ടർ എങ്ങനെയാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നത്? വാട്ടർ അകത്തേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. ദാറ്റ് വാസ് ദ ഫ്ലോ വാസ് ഇൻവേർഡ് അല്ലേ. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇത് ഔട്ട്വേർഡ് ആണ് ഫ്ലോ ചെയ്യുന്നത്. ദ വാട്ടർ ഇസ് ഫ്ലോയിങ് ഔട്ട്വേർഡ്സ് like this. Okay, so അങ്ങനെയാണെങ്കിൽ the one here marked in black color, they are the guide vanes. Okay, അതിനെയാണ് നമ്മൾ ഗൈഡ് വെയിൻസ് എന്ന് പറയുന്നത്. ഈ ഔട്ടറിലുള്ളത്, സോ ദീസ് ആർ ദ റണ്ണേഴ്സ്. അപ്പം ഇന്നറിലുള്ളത് ഗൈഡ് വെയിൻസും ഔട്ടറിലുള്ളത് എന്താണ്? ഔട്ടറിലുള്ളത് റണ്ണേഴ്സുമാണ്. ഇത് പ്രീവിയസ് കേസ്, മുമ്പത്തെ കേസിൽ എങ്ങനെയായിരുന്നു? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അല്ലേ. ഇൻവേർട്ട് ഫ്ലോ ആയിരുന്നു മുമ്പത്തെ കേസിൽ. അപ്പോൾ ഇൻവേർട്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഗൈഡ് വെയിൻസിനകത്തൂടെ കയറി റണ്ണേഴ്സിനകത്തേക്ക്, അപ്പോൾ അകത്തേക്ക് വരുമായിരുന്നു. അപ്പം ഗൈഡ് വെയിൻസ് പുറത്തും റണ്ണേഴ്സ് അകത്തുമായിരുന്നു. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്, ഔട്ട്വേർഡ് റേഡിയൽ ഫ്ലോ ടർബൈൻസ്. സോ ഇവിടെ ഗൈഡ് വെയിൻസ് അകത്തും റണ്ണേഴ്സ് പുറത്തുമാണ്. സോ ഇവിടെ നമുക്ക് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഡയമീറ്ററിനകത്തുള്ള വ്യത്യാസം. ബാക്കി എല്ലാ പ്രോസസ്സും നമ്മൾ ചെയ്യുന്നത് ഇൻവേർട്ട് ഫ്ലോ റേഡിയൽ ടർബൈൻ്റെ സെയിം രീതിയിൽ തന്നെയാണ് കാൽക്കുലേഷൻസും എല്ലാം ചെയ്യുന്നത്. ദ ഓൺലി ഡിഫറൻസ് ഈസ് ബേസ്ഡ് ഓൺ ഡയമീറ്റർ. സോ ഇവിടെ ഡയമീറ്റർ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ റണ്ണറിൻ്റെ ഇന്നർ ഡയമീറ്റർ ആണ് D1 എന്ന് പറയുന്നത്. സോ റണ്ണറിൻ്റെ ഇന്നർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിസ്റ്റൻസ് അല്ലേ. സോ ദിസ് വിൽ ബി അവർ D1, ദ റണ്ണറിൻ്റെ ഇന്നർ ഡയമീറ്റർ. ആൻഡ് റണ്ണറിൻ്റെ ഔട്ടർ ഡയമീറ്റർ എന്താണ്? D2. അതെന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ്. ദിസ് വിൽ ബി ദ റണ്ണർ ഔട്ടർ ഡയമീറ്റർ. സോ അത് മാത്രമേ ഇതിനകത്തൊരു ഡിഫറൻസ് ഉള്ളൂ. വാട്ട് ഇസ് D1 ആൻഡ് D2? മുമ്പത്തെ കേസിൽ D1 വാസ് ഗ്രേറ്റർ, അതായത് ഇൻവേർട്ട് ഫ്ലോയ്ക്കകത്ത് D1 വാസ് ഗ്രേറ്റർ ദാൻ D2. ആൻഡ് ഇൻ ദിസ് കേസ് D2 is greater than D1. അത് മാത്രമാണ് ഇതിനകത്തൊരു ചേഞ്ച് ഉള്ളത്. ഓക്കെ, സോ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് അകത്തുള്ളത് ഗൈഡ് വെയിൻസും പുറത്തുള്ളത് റണ്ണേഴ്സുമാണ്. ഇൻവേർട്ട് ഫ്ലോയിൽ വെളിയിലെ ഗൈഡ് വെയിൻസും അകത്തേക്ക് റണ്ണേഴ്സും ആയിരുന്നു. ബാക്കി നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നതെല്ലാം ഇൻവേർട്ട് ഫ്ലോ ചെയ്തതുപോലെ തന്നെയാണ്, ഒരു ചേഞ്ചും ഇല്ല. ഇക്വേഷൻസും എല്ലാം യൂസ് ചെയ്യുന്നത് സെയിം തന്നെയാണ്. ഓക്കെ, വെലോസിറ്റി ട്രയാങ്കിളും സെയിം തന്നെയാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഗ്രി ഓഫ് റിയാക്ഷൻ. സോ ഒരു റിയാക്ഷൻ ടർബൈൻ്റെ കേസിൽ വാട്ട് വിൽ ബി ദ ഡിഗ്രി ഓഫ് റിയാക്ഷൻ? സോ ദ ഇക്വേഷൻസ് ആർ സെയിം ഫോർ ബോത്ത് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻസ്. ഡിഗ്രി ഓഫ് റിയാക്ഷൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. നമുക്ക് ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്കത് മൊത്തം കൂടെ ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി നിങ്ങളുടെ നോട്ടിലേക്ക് ആ ഡെറിവേഷൻസ് എടുത്ത് എഴുതുക. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഡിഗ്രി ഓഫ് റിയാക്ഷൻ്റെ ഡെറിവേഷൻ ചോദിക്കാനുള്ള പോസിബിലിറ്റി കുറവാണ്. അത് വെച്ചുള്ള പ്രോബ്ലം ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കുന്നത്. ബട്ട് യു ഹാവ് ടു സ്റ്റഡി വാട്ട് ഇസ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ. സോ ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഇസ് ദ റേഷ്യോ ഓഫ് പ്രഷർ എനർജി ചേഞ്ച് ഇൻസൈഡ് എ റണ്ണർ ടു ദ ടോട്ടൽ എനർജി ചേഞ്ച് ഇൻസൈഡ് ദ റണ്ണർ. റേഷ്യോ ഓഫ് പ്രഷർ എനർജി ചേഞ്ച് ഇൻസൈഡ് എ റണ്ണർ ടു ദ ടോട്ടൽ എനർജി ചേഞ്ച് ഇൻസൈഡ് ദ റണ്ണർ. ദാറ്റ് ഈസ് ആർ. ഡിഗ്രി ഓഫ് റിയാക്ഷനെ ആർ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആർ ഇസ് ദ ചേഞ്ച് ഓഫ് പ്രഷർ ഇൻസൈഡ് ദ റണ്ണർ divided by change of total energy inside the runner. That is change of pressure inside the runner divided by change of total energy inside the runner. Okay, so ഒരു റിയാക്ഷൻ ടർബൈൻ്റെ ഞാൻ എല്ലാ ഇക്വേഷൻസും പറയുന്നില്ല, ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഒരു റിയാക്ഷൻ ടർബൈൻ്റെ കേസിൽ വാട്ട് വിൽ ബി ദ ചേഞ്ച് ഓഫ് ടോട്ടൽ എനർജി ഇൻസൈഡ് ദ റണ്ണർ? ചേഞ്ച് ഓഫ് ടോട്ടൽ എനർജി ഇൻസൈഡ് ദ റണ്ണർ. Change of total energy inside the runner. Change of total energy inside the runner എന്ന് പറയുന്നത് എന്താണ്? അതിനെ നമുക്ക് HE എന്ന് പറഞ്ഞെടുക്കാം. That will be HE. അതായത് 1/g. നമ്മൾ നേരത്തെ വർക്ക് ഡൺ പെർ സെക്കൻഡിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു. ദാറ്റ് ഈസ് വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് പെർ സെക്കൻഡ്. അവിടെ അതാണ് നമ്മുടെ ടോട്ടൽ എനർജി ഇൻസൈഡ് ദ റണ്ണർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1/g ഇൻറ്റു VW1 U1 പ്ലസ് ഓർ മൈനസ്
VW2 U2. ഇതാണ് നമ്മുടെ HE എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇനിയാണ് നമ്മുടെ ഡെറിവേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ എനർജിയെ നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് VW1 U1 ഉണ്ട്, VW2 U2 ഉണ്ട്. അപ്പോൾ നമ്മൾ വെലോസിറ്റി ട്രയാങ്കിൾസ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾസ്, അതായത് റേഡിയൽ ഔട്ട്വേർഡ് ഫ്ലോ അല്ല, അതായത് ബീറ്റ 90 ഡിഗ്രീസ് അല്ലാത്ത കേസിലുള്ള വെലോസിറ്റി ട്രയാങ്കിൾസ് നമ്മൾ ആദ്യം വരച്ച പോലെ തന്നെയുള്ള വെലോസിറ്റി ട്രയാങ്കിൾസ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെലോസിറ്റി ട്രയാങ്കിൾസ് വെച്ചിട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് VW1 U1 ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് VW2 U2. അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡെറിവേഷൻ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്കത് ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ടും ഡിറൈവ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഫ്രം വെലോസിറ്റി ട്രയാങ്കിൾ, substituting the values for VW1 U1 and VW2 U2. VW1 U1 and VW2 U2 substitute ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? We will get the value of HE as HE is equal to V1 square minus V2 square divided by 2G plus U1 square minus U2 square by 2G plus VR2 square minus VR1 square by 2G. ഈക്വേഷൻ ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. തൽക്കാലം നിങ്ങൾ ഇതിൻ്റെ ലാസ്റ്റ് ഒരു ഇക്വേഷൻ വരുന്നുണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി. അപ്പം ഇതിനകത്ത് ആ ഡെറിവേഷൻ വന്നത് എങ്ങനെയാണ്, ഓരോ സ്റ്റെപ്പ് വന്നത്, പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. HE എന്ന് പറഞ്ഞത് നമ്മളെടുത്തത് വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് പെർ സെക്കൻഡ്, അതാണ് HE ആയിട്ട് എടുത്തേക്കുന്നത്. അത് വെലോസിറ്റി ട്രയാങ്കിൾസ് വെച്ചിട്ടുള്ള VW1 U1 VW2 U2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് HE ആസ് V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ബൈ 2G പ്ലസ് U1 സ്ക്വയർ മൈനസ് U2 സ്ക്വയർ ബൈ 2G പ്ലസ് VR2 സ്ക്വയർ മൈനസ് VR1 സ്ക്വയർ ബൈ 2G. ഇങ്ങനെ നമുക്ക് HEയുടെ വാല്യൂ കിട്ടും. ഇവിടെ നമ്മൾ ബെർണൂളിസ് ഇക്വേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പം വിൽ ഗെറ്റ് ദ, ഇപ്പോൾ നമ്മൾ ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി ആണ് ഇനി ചേഞ്ച് ഓഫ് പ്രഷർ ഇൻസൈഡ് ദ റണ്ണർ, ചേഞ്ച് ഓഫ് പ്രഷർ ഇൻസൈഡ് റണ്ണർ. സോ ചേഞ്ച് ഓഫ് പ്രഷർ ഇൻസൈഡ് ദ റണ്ണർ എന്ന് പറയുന്നത് വിൽ ഗെറ്റ് ആസ് U1 സ്ക്വയർ മൈനസ് U2 സ്ക്വയർ ബൈ 2G plus U1 square minus U2 square by 2G divided by VR2 square minus VR1 square by 2G. ഇതാണ് ചേഞ്ച് ഓഫ് പ്രഷർ എനർജി ഇൻസൈഡ് ദ റണ്ണർ. സോ അങ്ങനെ വരുമ്പോൾ വാട്ട് വിൽ ബി ദ റിയാക്ഷൻ, ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് മുകളിലേക്ക് പോകും. ദാറ്റ് ഈസ് ചേഞ്ച് ഓഫ് പ്രഷർ എനർജി ഇൻസൈഡ് ദ റണ്ണർ, ഈ വാല്യൂ. സോ ഐ വിൽ ടേക്ക് ദിസ് വാല്യൂ ആസ് 1, ദിസ് ആസ് 2. So we will get the degree of reaction as 2 divided by 1 എന്ന് കിട്ടും അല്ലേ. സോ അതിനെ ആ ഒരു ഇക്വേഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. സോ നമ്മളിപ്പോൾ കിട്ടിയ രണ്ട് ഇക്വേഷനെയും ഇതിനകത്തേക്ക് ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ we will get the value of R as 1 minus V1 square minus V2 square divided by V1 square minus V2 square plus U1 square minus U2 square plus VR2 square minus VR1 square. അതായത് നമ്മൾ കിട്ടിയ രണ്ട് ഇക്വേഷൻസിനെയും ഈ റിയാക്ഷൻ്റെ ഇക്വേഷനകത്തേക്ക് ഇട്ടിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ രീതിയിലൊരു ഇക്വേഷൻ കിട്ടിയത്. സോ ഇതിനെ നമ്മൾ വീണ്ടും മിനിമൈസ് ചെയ്യുക. സോ ഇത് തന്നെ നമ്മൾ മിനിമൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, അതായത് നമ്മൾ നേരത്തെ നമ്മൾ HE കണ്ടുപിടിച്ചായിരുന്നു. HE എന്ന് പറയുന്നത് എന്താണ്, HE എന്ന് പറയുന്നത് V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ പ്ലസ് U1 സ്ക്വയർ മൈനസ് U2 സ്ക്വയർ പ്ലസ് VR2 സ്ക്വയർ മൈനസ് VR1 സ്ക്വയർ ഡിവൈഡ് ബൈ 2G ആണ് HG എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് നിന്ന് ഓരോന്നിനും താഴെ 2G ഉണ്ടാകും. അപ്പോൾ 2Gയെ നമ്മൾ കോമൺ ആയിട്ട് വെളിയിലേക്ക് എടുത്തിട്ട് അടുത്ത സൈഡിലേക്ക് കൊണ്ടുവന്നു. സോ വിൽ ഗെറ്റ് 2G ഇൻറ്റു HE ഈസ് ഈക്വൽ ടു V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ
പ്ലസ് u1 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ പ്ലസ്, അതായത് നമ്മുടെ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞെടുത്തത്, നമ്മൾ നേരത്തെ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞെടുത്ത് അതിനകത്തു നിന്ന് ആ 1/2g വെളിയിലേക്ക് കോമൺ ആയിട്ട് എടുക്കും. എന്നിട്ട് ആ 1/2gനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ വി വിൽ ഗെറ്റ് 2g ഇൻറ്റു h ഈസ് ഈക്വൽ ടു ഈ വാല്യൂ എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് എഴുതാം? 1 മൈനസ് v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ 2g ഇൻറ്റു he. So this will be the degree of reaction. So ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ what will be the degree of reaction for Pelton turbine? Pelton turbine കേസിൽ degree of reaction എന്താണെന്ന് നോക്കാം. For Pelton turbine, so Pelton turbine കേസിൽ u1 is equal to u2 ആണ്. അപ്പം ഇത് രണ്ടും u1 u2 സെയിം ആണ്. സോ ഇത് ഈ വാല്യൂ 0 ആവും. ഇവിടെ VR2 is equal to VR1 ആണ് Pelton turbine. സോ ഈ ഒരു വാല്യൂം 0 ആയിപ്പോവും. സോ നമുക്ക് എന്ത് കിട്ടും? സോ ഇത് 0 ഇതും 0. സോ ഈ ഒരു ടേം മാത്രമേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം ഈ ടേമും സെയിം ആണ്. സോ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. വി വിൽ ഗെറ്റ് വാല്യൂ ആസ് 1. സോ 1 മൈനസ് 1. സോ ഫോർ Pelton turbine ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഈസ് 0. ഓക്കെ. ആൻഡ് ഇത് നമ്മുടെ നോർമൽ റിയാക്ഷൻ ടർബൈനാണ്. അതായത് നമ്മൾ റേഡിയൽ ഫ്ലോ അല്ല, ഔട്ട്വേർഡ്സ് വെളിയിലേക്ക് വരുന്നത് റേഡിയൽ ഫ്ലോ അല്ല എന്നുള്ള കേസാണ് നമ്മളിപ്പോൾ ഈ പ്ലോട്ട് ചെയ്ത് വെച്ചത്. അതിൻ്റെ ഇക്വേഷനാണ് 1 മൈനസ് v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ ഡിവൈഡ് ബൈ 2g ഇൻറ്റു h. ഇനിയും ഫോർ റിയൽ കേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയലി ഔട്ട്വേർഡ്സ്, അതായത് VW2 0 ആണ്, ബീറ്റ 90 ഡിഗ്രി ആണ്. അങ്ങനെയുള്ള കേസിൽ വരുമ്പം വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് റിയാക്ഷൻ ആസ് R ഇസ് ഈക്വൽ ടു 1 മൈനസ് കോട്ട് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോട്ട് ആൽഫ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോട്ട് ആൽഫ മൈനസ് കോട്ട് തീറ്റ. So here the equation as R is equal to 1 minus cot alpha divided by 2 into cot alpha minus cot theta. Cos അല്ല cot ആണ് by cot theta. സോ നമ്മളത് അപ്പോൺ സിംപ്ലിഫിക്കേഷൻ ആണ് കിട്ടുന്നത്. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ ആസ് ദിസ് വാല്യൂ. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നിങ്ങൾ ഇതിനകത്ത് കാണാതെ പഠിക്കേണ്ടത്. ഈ ഒരു ഇക്വേഷൻ പഠിക്കണം. സോ ആ രണ്ട് ഇക്വേഷൻസും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഇല്ല. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം ഇൻവേർട്ട് ഫ്ലോ ടർബൈൻ ആണെങ്കിലും ഔട്ട്വേർഡ് ഫ്ലോ ടർബൈൻ ആണെങ്കിലും യു വിൽ യൂസ് ദ ഇക്വേഷൻ ഫോർ ഡിഗ്രി ഓഫ് റിയാക്ഷൻ ആസ് 1 മൈനസ് കോട്ട് ആൽഫ ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോട്ട് ആൽഫ മൈനസ് കോട്ട് തീറ്റ. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് V1 കയറുന്ന ആംഗിളാണ് ആൽഫ. തീറ്റ എന്ന് പറയുന്നത് റിസൾട്ടൻറ്റിൻ്റെ ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. An outward flow reaction turbine has an internal and external diameter of the runner as 0.6 meter and 1.2 meters respectively. The guide blade angle is 15 degree and the velocity of flow through the runner is constant and equal to 4 meter per second. If the speed of the turbine is 200 rpm, head of the turbine is 10 meter and discharge at outlet is radial. Determine the runner vane angles at inlet and outlet, work done by water on the runner per second per unit weight of water striking per second, hydraulic efficiency and the degree of reaction. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു ഔട്ട്വേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈനാണ്. സോ ഇനീഷ്യലി തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എടുത്തെഴുതാം. An outward flow reaction turbine has an internal and external diameter of the runner as 0.6 meter and 1.2 meter respectively. അപ്പോൾ നമുക്ക് D1 തന്നിട്ടുണ്ട്, നമുക്ക് D1 തന്നിട്ടുണ്ട്. D1 will be 0.6 meter and D2 is equal to 1.2
meters. ഈ രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. The guide blade angle is 15 degree and the velocity of flow through the runner is constant and is equal to 4 meter per second. അപ്പം ഗൈഡ് ബ്ലേഡ് ആംഗിൾ അപ്പോൾ ഇൻലെറ്റിലാണ് തന്നിരിക്കുന്നത്. കാര്യം അവിടെ ആ കൂട്ടത്തിൽ വെലോസിറ്റി ഓഫ് ഫ്ലോയും തന്നിട്ടുണ്ട്. സോ അവിടെ ഇൻലെറ്റ് ഗൈഡ് ബ്ലേഡ് ആംഗിൾ, സോ ഇൻലെറ്റ് ഗൈഡ് ബ്ലേഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദറ്റ് ഈസ് ആൽഫ ഇസ് ഈക്വൽ ടു 15 ഡിഗ്രി ആൻഡ് VF1 തന്നിട്ടുണ്ട് അല്ലേ, വെലോസിറ്റി ഓഫ് ഫ്ലോ. സോ അത് കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത്. സോ VF1 is equal to VF2, that is 4 meter per second. 4 meter per second എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. If the speed of the turbine is 200 rpm, so we have the value of n is equal to 200 rpm. Head of the turbine is 10 meter, so we have head is equal to 10 meter. And the discharge at outlet is radial. Discharge radial ആണ്. So discharge radial ആണെങ്കിൽ എന്തൊക്കെയാണ്? VW2 is 0 and beta is equal to 90 degree. Okay. Determine the runner vane angles at inlet and outlet. ഇപ്പോൾ റണ്ണർ വെയിൻ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് theta and phi നമുക്ക് കണ്ടുപിടിക്കണം. Then work done by water on runner per second per unit weight കണ്ടുപിടിക്കണം. ഹൈഡ്രോളിക് എഫിഷ്യൻസിയും ഡിഗ്രി ഓഫ് റിയാക്ഷനും നമുക്ക് കണ്ടുപിടിക്കണം. സോ ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? വെലോസിറ്റി ട്രയാങ്കിൾ പ്ലോട്ട് ചെയ്യണം. സോ ആദ്യം ഇത് പ്ലോട്ട് ചെയ്യാം. സോ ഇവിടെ ഒരു വെലോസിറ്റി ട്രയാങ്കിൾ ഔട്ട്ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. സോ വാട്ടർ എൻ്റർ ചെയ്യുന്നത് VF1. സോ ഹിയർ വി ഹാവ് V1. ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ. ഹിയർ വി ഹാവ് VR1 മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. This is U1, your distance, and the total distance is VW1. ഇനി ഔട്ട്ലെറ്റിലേക്ക് വരുമ്പോൾ this is VF2 is equal to V2, this is VR2 and this is U2 and this is making an angle phi. കാര്യം ഇവിടെ നമുക്ക് VW2 0 ആണ്, ബീറ്റ 90 ഡിഗ്രി ആണ്. സോ ദിസ് ആംഗിൾ ഇസ് 90 ഡിഗ്രി, ദിസ് ഇസ് 90 ഡിഗ്രി. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ പ്ലോട്ട് ചെയ്യാൻ. ഇനി നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വാട്ട് ഇസ് അവർ ഫസ്റ്റ്? അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് U1 ഉം U2 ഉം കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് U1 is equal to pi d1n divided by 60. അപ്പം D1 ഉം എന്ന് പറയാം. ദാറ്റ് ഈസ് പൈ ഇൻറ്റു D1ൻ്റെ വാല്യൂ എത്രയാണ്? 0.6 into 200 divided by 60. So you will get the value of U1 as 6.283 meter per second. Similarly, നമ്മൾ U2 കണ്ടുപിടിക്കും. That is pi into D2n divided by 60. That is pi into 1.2 into 200 divided by 60. Values എല്ലാം തന്നിരിക്കുന്നതാണ്. So we will get the value is around 12.566 meter per second. That is U2. അപ്പോൾ U1 ഉം U2 ഉം കിട്ടി. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? ഇനീഷ്യലി ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് റണ്ണർ വെയിൻ ആംഗിൾസ് അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്, ദാറ്റ് ഇസ് തീറ്റയും ഫൈയും കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് എന്തൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്? അപ്പോൾ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിനകത്തുനിന്ന് നമുക്ക് ആൽഫ തന്നിട്ടുണ്ടെന്നല്ലേ? ആൽഫയുടെ വാല്യൂ നമുക്കറിയാം. ആൽഫ എത്രയായിരുന്നു? ഇറ്റ് ഈസ് 15 ഡിഗ്രീസ്. ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇപ്പം U1 കിട്ടി, VF1 നമുക്കറിയാം. സോ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടാൻ ആൽഫ എടുക്കാം അല്ലേ? സോ വി വിൽ ഫൈൻഡ് വാട്ട് ഈസ് ടാൻ ആൽഫ. തന്നിരിക്കുന്ന വാല്യൂ വെച്ച് ടാൻ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് VF1 ഡിവൈഡ് ബൈ VW1. അപ്പം ആൽഫ അറിയാം, അതിനകത്ത് നമുക്ക് VW1 കിട്ടും. VW1 is VF1 divided by tan alpha. VF1ൻ്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 4 ആണ് അല്ലേ? മുമ്പത്തെ പ്രോബ്ലത്തിലായിരുന്നു 1. ദാറ്റ് ഈസ് 4 ഡിവൈഡ് ബൈ tan 15. 4 ആണ് tan 15. സോ വി വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് VW1ൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 14.928 meter per second എന്ന് കിട്ടും. ദാറ്റ് ഈസ് VW1. അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിക്കാനും പറഞ്ഞിരിക്കുന്നത്? സോ ഇത്രയൊക്കെ ഡേറ്റാസ് ഉണ്ടെങ്കിൽ നമുക്ക് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ? VF1 അറിയാം,
ഈ വാല്യൂ അറിയാം, ഈ വാല്യൂ അറിയാം. സോ തീറ്റ എടുക്കാം. ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് VF1 ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ്. സോ വി ഹാവ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു VF1 ഡിവൈഡ് ബൈ VW1 മൈനസ് U1. ദാറ്റ് ഈസ് VF1 എത്രയാണ്? 4 ഡിവൈഡ് ബൈ VW1 നമുക്ക് കിട്ടി 14.928 മൈനസ് U1 എത്രയാണ് നമുക്ക് കണ്ടുപിടിച്ചത്? 6.283. So from this we can find out what is the value of theta. So ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് 0.4627 കിട്ടും. And we will get the value of theta as 24.83. 24.83 degrees നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എക്സിറ്റിലേക്ക് പോകാം. എക്സിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വാട്ട് ഈസ് ടാൻ ഫൈ? ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ VF2 divided by U2. VF2 divided by U2. VF2 is same as VF1 അല്ലേ? കാര്യം റേഡിയലി ആണ്. സോ VF1 is equal to VF2. That is 4 divided by U2 was 12.566. 12.566. So we will get the value as 0.3183, and from that we will get the value of phi as 17.65 degree. 17.65 degrees. സോ അപ്പോൾ നമുക്ക് തീറ്റയും ഫൈയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. സോ അടുത്ത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് വർക്ക് ഡൺ. സെക്കൻഡ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് പെർ സെക്കൻഡ്. സോ അതെന്താണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 1/g ഇൻറ്റു VW1 U1 അല്ലേ? വരെ VW2 0 ആണ് അല്ലേ? നമ്മൾ റോ എ V1 ഇൻറ്റു VW1 മൈനസ് പ്ലസ് ഓർ മൈനസ് VW2, അതാണ് നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിവൈഡ് ബൈ വെയിറ്റ്, ദാറ്റ് ഈസ് റോ എ V1 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു ജി കൊണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 1/g ഇൻറ്റു VW1 U1 എന്ന് കിട്ടി. സോ ഇതിനകത്ത് വാല്യൂസ് എല്ലാം നമുക്കറിയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ദാറ്റ് ഈസ് 1/9.81 ഇൻറ്റു VW1 എന്താണ് നമ്മളിവിടെ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. സോ ദാറ്റ് വാല്യൂ ഈസ് 14.928. 14.928 ഇൻറ്റു U1 സോറി ഓക്കെ U1 ആണ്. U1 വാല്യൂ 6.283. 6.283. So we will get the work done as 9.561 Newton meter per Newton. അടുത്ത നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന ഹൈഡ്രോളിക് എഫിഷ്യൻസിയാണ്. ഹൈഡ്രോളിക് എഫിഷ്യൻസി എത്രയാണ്? ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്, ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? VW1 U1 ഡിവൈഡ് ബൈ GH അല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷനാണ്. ഇതും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ദാറ്റ് ഈസ് 14.928 ഇൻറ്റു 6.283 ഡിവൈഡ് ബൈ G 9.81 ഇൻറ്റു H നമുക്ക് തന്നിട്ടുണ്ട് 10 ആണ് അല്ലേ? 10. അപ്പം H തന്നിട്ടില്ലെങ്കിൽ നമുക്ക് H കണ്ടുപിടിക്കാം. നമ്മൾ അതിന് ഉള്ള ഇക്വേഷൻ പഠിച്ചായിരുന്നു അല്ലേ? അതായത് H മൈനസ് V2² ബൈ 2G ഈസ് ഈക്വൽ ടു 1/g ഇൻറ്റു VW1 U1 പ്ലസ് ഓർ മൈനസ് VW2 U2 എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. സോ ഇവിടെ തന്നിട്ടുണ്ട് ഡയറക്റ്റ്. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് NH ആസ് 0.9561, that is equal to 95.61%. So നമുക്ക് efficiency കിട്ടി. And finally we have to find out what is the degree of reaction. സോ ഇവിടെ R എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഈസിക്കൽ, കാര്യം ഇവിടെ റേഡിയലി ആണ് ഔട്ട്വേർഡ് ഫ്ലോ ചെയ്യുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോട്ട് ആൽഫ ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോട്ട് ആൽഫ മൈനസ് കോട്ട് തീറ്റ ആണ്. സോ ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ദാറ്റ് ഈസ് 1 മൈനസ് കോട്ട് ആൽഫയുടെ വാല്യൂ 15 ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോട്ട് 15 മൈനസ് കോട്ട് തീറ്റയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 24 ആണ് ഇത് അല്ലേ? 24.83. So on substituting this value we will get 1 minus
quantity is 3.73 divided by 2 into 3.73 minus this will be around 2.16. So we'll get the value as 1 minus 3.73 divided by 3.14 എന്ന് കിട്ടും. That is 1 minus 1.18, that is minus 0.18 എന്ന് നമുക്ക് ഡിഗ്രി ഓഫ് റിയാക്ഷൻ കിട്ടും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഐ തിങ്ക് ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നോർമലി നമുക്ക് റിയാക്ഷൻ്റെ വാല്യൂ we get the value of reaction in between 0 and 1. 0യുടെയും 1ൻ്റെ ഇടയ്ക്കാണ് നമുക്ക് നോർമലി റിയാക്ഷൻ്റെ വാല്യൂസ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടി. ഐ തിങ്ക് ദർ ഇസ് സം പ്രോബ്ലം ഇൻ ദ ക്വസ്റ്റ്യൻ. അത് ചെയ്ത് കഴിഞ്ഞപ്പം ഇപ്പം ഞാൻ ടെക്സ്റ്റിനകത്ത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾക്ക് അവർ ഈ വാല്യൂ മാറ്റിയിട്ടുണ്ട്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 50 ആൽഫയുടെ വാല്യൂ 15 ആയിരുന്നു. നമ്മൾ ആക്ച്വൽ വാല്യൂ നമ്മൾ ക്വസ്റ്റിന് തന്നിരുന്ന വാല്യൂ 15 ആയിരുന്നു. പക്ഷെ അവർ പ്രോബ്ലത്തിൽ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് വന്നപ്പോൾ അവർ ആൽഫയുടെ വാല്യൂ 13 ഒരു വാല്യൂ എടുത്തു. അതുപോലെ തന്നെ തീറ്റയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചതാണ്, ദാറ്റ് ഈസ് 24.83 ആയിരുന്നു. അവരവിടെ തീറ്റയുടെ വാല്യൂ അവരെടുത്തത് 48 അങ്ങനെ ഒരു വാല്യൂ അവരെടുത്തു. അപ്പം അങ്ങനെ അവർ സോൾവ് ചെയ്ത് ഇതിനെ പോസിറ്റീവ് ആക്കി. പക്ഷേ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതോ അത് വെച്ചിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. ഇഫ് ദാറ്റ് ഈസ് യു ആർ ഗെറ്റിംഗ് ആസ് നെഗറ്റീവ് അങ്ങനെ തന്നെ മാർക്ക് ചെയ്യുക. പക്ഷേ അതിനകത്ത് അവസാനം മാർക്ക് ചെയ്യുക ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ആർ നോർമലി ലൈസ് ബിറ്റ്വീൻ 0 and 1 അങ്ങനെ പ്രത്യേകം എഴുതി മാർക്ക് ചെയ്ത് വെക്കുക. കാര്യം ഇങ്ങനെ ഒരു വാല്യൂ നോർമലി കിട്ടാത്തതാണ്. അപ്പം നിങ്ങളത് കൗണ്ടർ ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു നെഗറ്റീവ് വാല്യൂ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കൗണ്ടർ ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾ ചെയ്തതിനകത്ത് മിസ്റ്റേക്ക് വല്ലതും ആണോ എന്ന് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് മൈനസ് ആണ് കിട്ടുന്നതെങ്കിൽ ഫൈനലി നമ്മൾ എഴുതുക നോർമലി ദ വാല്യൂ ഓഫ് റിയാക്ഷൻ ലൈസ് ബിറ്റ്വീൻ 0 and 1 എന്നും കൂടെ എഴുതി വെച്ചേക്കുക. ഓക്കെ.